الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم അഭിവന്യരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തക്കോയ തങ്ങൾ, സയ്യിദുൽ ഉലമ സയ്യിദ് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, അഭിവന്യരായ മറ്റു സാദാത്തുക്കൾ, MT ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ, പ്രിയപ്പെട്ട സംഘടനാ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ, ഈ സദസ്സിലും വേദിയിലും ഒരുമിച്ചുകൂടിയ അഭിവന്യരായ സുന്നത്ത് ജമാഅത്തിൻ്റെ വക്താക്കളും പ്രോക്താക്കളും അഭ്യുതകാംക്ഷികളുമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നീണ്ട 100 വർഷത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഒരു മഹാസംഗമമാണ് ഇവിടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ മഹാസംഗമത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പരിചയപ്പെടുത്തുവാനും അതിൻ്റെ സന്ദേശം കൈമാറുവാനും ഒട്ടനവധി വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു മഹത്തായ പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് നാം ഇവിടെ ആചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം തികയുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാനായ MT ഉസ്താദ് പറയുന്നത് പോലെ ഹിജറ വർഷപ്രകാരം 103 വർഷമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഒരു പോറലും ഏൽക്കാതെ, ഒരു അപശബ്ദങ്ങൾ പോലും ഏറ്റെടുക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടി വരാതെ ഈ മഹത്തായ സംഘടന പ്രോജ്വലമായി അതിൻ്റെ 100 വർഷം പൂർത്തിയാക്കുകയാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സ്വാദിഖുൽ മസ്തൂഖായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അഥവാ ഹക്കിൽ നിലനിൽക്കുന്ന ഒരു ത്വായിഫത്ത്, ഒരു കൂട്ടം സംഘം ഖിയാമത്ത് നാൾ വരെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് വിജയിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ തീരുമാനമായി ഈ ലോകത്തോട് പറഞ്ഞു തന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഹക്കിൻ്റെ ത്വായിഫത്താണ് പരിശുദ്ധമാക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കാരണം അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സച്ചിതരായ മുൻഗാമികളായ സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ആചരിച്ച് വിശ്വസിച്ചു പോന്നിരിക്കുന്ന ഒരു മഹത്തായ അഖീദയുടെയും കർമ്മങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഹക്കിൻ്റെ ത്വായിഫത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഹക്കിൻ്റെ ത്വായിഫത്തായതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരെല്ലാം സുന്നികളാണ്. ബഹുമാനപ്പെട്ട സഹാബത്ത് മുഴുവനും സുന്നികളാണ്. താബിഈങ്ങളൊക്കെ സുന്നികളാണ്. ലോകത്ത് അറിയപ്പെട്ടിരിക്കുന്ന മദ്ഹബിൻ്റെ ഇമാമുകൾ സുന്നികളാണ്. ലോകത്ത് അറിയപ്പെട്ട അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും ഔലിയാക്കളും മുഴുവനും സുന്നികളാണ്.
ലോകത്ത് അറിയപ്പെടുന്ന മഹത്തുക്കളായ സാദാത്യങ്ങളൊക്കെയും സുന്നികൾ തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെയുള്ള മഹത്തുക്കളായ സാദാത്യങ്ങൾ മഹാനായ സയ്യിദ് അലവി മമ്പുറമി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തുടങ്ങിയ മഹത്തുക്കളായ സാദാത്യങ്ങൾ മുഴുവനും തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അധിഷ്ഠിതമായി ജീവിച്ചവരും അതിനെ പ്രചരിപ്പിച്ചവരുമാണ്. ഈ കേരളത്തിൽ അറിയപ്പെടുന്ന മഹത്തുക്കളായ ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ ഖായിദുൽ ഖൗം സയ്യിദ് ബാഫഖി അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, പാണക്കാട് സാദാത്യങ്ങൾ, ഇവരെല്ലാവരും സുന്നികളാണ്. അവരെല്ലാവരും സമസ്തയെ ചേർത്ത് പിടിച്ചവരാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിനെ ഇവരെല്ലാവരും ആദരിച്ചിരിക്കുകയും അതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് ഹക്കിൻ്റെ പ്രസ്ഥാനമാണ് എന്ന വിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത തായിഫത്തുൽ ഹക്കാണ്, ഹക്കൻ്റെ തായിഫത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ തായിഫത്താണ് ഇവിടെ 100 വർഷമായിട്ട് നിലനിൽക്കുകയും ഇനിയും ഇൻഷാ അല്ലാഹ് അത് ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കുകയും മഹാനായ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു വരുമ്പോൾ മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ സമസ്തയുടെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു തായിഫത്താണ് ബഹുമാനപ്പെട്ട സമസ്ത. അത് നിലനിൽക്കും, അത് നിലനിർത്തണം. ആ രൂപത്തിൽ അതിനെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കാൻ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ടായിരിക്കണം ഈ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിക്കേണ്ടുന്നത് എന്ന് എൻ്റെ പ്രവർത്തകരായ, എൻ്റെ അഭ്യുതകാംക്ഷികളായ സുന്നി പ്രസ്ഥാനത്തിൻ്റെ മഹത്തുക്കളായ സഹോദരങ്ങളോട് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. അങ്ങനെയുള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട സമസ്തയുടെ 100-ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം മഹാനായ സയ്യിദുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ നിർവഹിക്കുന്നു. ഇതിൻ്റെ നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദുൽ ഉലമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവറുകളുടെ ആ നേതൃത്വത്തിൽ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഏതൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണോ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അതേ ലക്ഷ്യത്തിൽ തന്നെ പിന്തുടർന്നുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംഘത്തിനെ നയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുശാവറ അംഗങ്ങൾ, അതുപോലെ നമ്മുടെ സംഘടനയുടെ മറ്റ് ഘടകങ്ങളുടെ പ്രവർത്തകർ എല്ലാവരും സർവ്വവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യമാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ സയ്യിദുൽ ഉലമയുടെ സന്ദേശയാത്ര വിജയിപ്പിച്ചു. അതുപോലെ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനവും വളരെ ഉജ്ജ്വലമായിട്ടുണ്ട്. എല്ലാ പരിപാടികളും വളരെ അധികം ഒന്നിനൊന്ന് വിജയിക്കുന്ന ഈ നല്ല കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൊക്കെ നാം ആഗ്രഹിക്കുന്നത് ഈ കൂട്ടായ്മയിലൂടെ മഹാന്മാരുടെ പ്രാർത്ഥനയാണ് നാം ആഗ്രഹിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് മഹാനായ കൊമ്പൂൽ തങ്ങൾ അവറുകളുടെ ആ പ്രാർത്ഥനയോടുകൂടി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, മശായിഖന്മാർ ഇത്തരം വേദികളിൽ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ സൗഭാഗ്യവും കൂടിയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ മഹത്തായ വേദി മഹാന്മാരെ കൊണ്ട് ആത്മനിർവൃതി വെറുക്കത്തക്ക വിധത്തിൽ ഇത് പ്രോജ്വലമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മഹാനായ കുമ്പോൾ തങ്ങൾ അവറുകൾ ഇന്നലെ ഈ നഗരി വന്ന് നോക്കിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് ഇവിടെ നല്ലതുപോലെ വൃത്തിയാക്കി വെക്കണം. ഒരുപാട് മഹത്തുക്കൾ ഇവിടെ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ഇറങ്ങി വരുന്ന മഹത്തുക്കളെ പരിഗണിച്ചുകൊണ്ട് ഈ നഗരിയൊക്കെ വളരെ വൃത്തിയോടെ കൊണ്ടുപോകണം എന്ന് മഹാനവറുകൾ ഇവിടെ ഉപദേശിക്കുകയുണ്ടായി. അത് മഹാന്മാർക്കാണ് മഹാന്മാരെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ വേദികളൊക്കെ വളരെ അധികം മഹത്തുക്കൾ വന്നുകൊണ്ടിരിക്കുന്ന വേദികളാണ്. അതുകൊണ്ട് ഒരു അപശബ്ദങ്ങളോ അനാവശ്യമായ സംസാരങ്ങളോ
സദസ്സ് അലങ്കോലപ്പെടുന്ന വിധത്തിലുള്ള എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടായി പോകരുത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ആ ജീവിതകാലത്ത് മഹാനവറുകൾ ഒരു വലിയ മഹാസമ്മേളനത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞത്, ഈ വിരൽ കൊണ്ട് നിങ്ങളോട് ചൂണ്ടിയാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന അച്ചടക്കമുള്ള പ്രവർത്തകരമായി നിങ്ങൾ മാറണം. ഒരിക്കലും തന്നെ ഒരു അച്ചടക്ക രാഹിത്യങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടായിപ്പോകാൻ പാടില്ല എന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അന്ന് കൂടിയവരോട് മാത്രമല്ല, സമസ്തയുടെ മക്കൾ ഖിയാമത്ത് നാൾ വരെ വരുന്നവരോടൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഗർജനമാണ്, ഒരു ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ ആ അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അലാമത്തായി കൊണ്ട് നടക്കത്തക്ക വിധത്തിൽ നാം അതിനെ കാണുകയും സ്വീകരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു സമ്മേളനങ്ങളിലോ ഒരു കൂട്ടായ്മയിലോ ഒരു അപശബ്ദങ്ങളും ഇല്ലാതെ വളരെ അച്ചടക്കത്തോടുകൂടി നാം ഇവിടെ പെരുമാറണം. ഇത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ സദസ്സാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ അനുഗ്രഹം കിട്ടേണ്ടുന്ന ഒരു സദസ്സാണ്. ഈ സദസ്സിൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ അത് നമുക്ക് വലിയ അപകടമായി തീരും എന്ന് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രവർത്തകരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി ഇനിയുള്ള സമയങ്ങൾ ഈ സമ്മേളനം പൂർണ്ണാർത്ഥത്തിൽ വിജയിപ്പിക്കണം. നമുക്കൊരുപാട് വളണ്ടിയർമാരുണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെങ്കിലും നിങ്ങളെല്ലാവരും ഇതിൻ്റെ വളണ്ടിയർമാരാണ്, നിങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഖ്ലിസീങ്ങളായി ആത്മാർത്ഥമായി കൃത്യമായി അച്ചടക്കത്തോടുകൂടി ഈ സമ്മേളനങ്ങളെ നിങ്ങൾ സ്വീകരിക്കണമെന്നും അതനുസരിച്ച് ഈ സമ്മേളനം ഒരു ചരിത്ര സംഭവമാവാൻ പോവുകയാണ്. ഗിന്നസ് ബുക്കിലേക്ക് നമ്മുടെ ക്യാമ്പ് മാറാൻ പോവുകയാണ്. അതുപോലെ ഗിന്നസ് ബുക്കിലേക്കാണ് സമസ്തയുടെ ഈ 100-ാം വാർഷികം പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പൂർണ്ണമായ അച്ചടക്കമാണ് നമുക്ക് ഇതിൽ ഏറ്റവും നല്ല പോയിന്റായിട്ട്, പ്ലസ് പോയിന്റായിട്ട് നാം കാണേണ്ടുന്നത്. ഒരു വിധത്തിലും ഒരു അച്ചടക്ക രഹിതമായ, അച്ചടക്കത്തിന് വിരുദ്ധമായ ഒരു വാക്കും പ്രവൃത്തിയും നമ്മിൽ നിന്ന് ഉണ്ടായി പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹത്തായ സദസ്സിൽ വെച്ച് മഹാന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇനിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊരു പ്രാർത്ഥനാ സദസ്സാണ്, ഒരു ഇബാദത്തിൻ്റെ സദസ്സാണ്, അള്ളാഹുവിൻ്റെ തിരുനോട്ടമുള്ള സദസ്സാണ് എന്ന് പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം ആ രൂപത്തിൽ ഈ സദസ്സിനെ കാണുകയും ഇതിൽ പങ്കാളികളാവുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും നിങ്ങളെല്ലാവരും തന്നെ ദുആ ചെയ്യണമെന്നും പ്രത്യേകമായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ നിമിഷങ്ങളെല്ലാം തന്നെ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുന്ന വിധത്തിൽ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.